നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു എതിർചേരിയും രൂപപ്പെട്ടു വരുന്ന ഒരു സവിശേഷമായ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉള്ളത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നായിരിക്കും നിങ്ങളെല്ലാവരും ആലോചിക്കുന്നത്. എങ്കിൽ പിന്നെ കൃത്യമായി പലർക്കും മറുപടി ഇപ്പോൾ ഉള്ളിൽ തന്നെ തോന്നിയിട്ടുമുണ്ടാകാം. നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് പാലം കടക്കുവോളം നാരായണ, അത് കഴിഞ്ഞ കൂരായണ, ഇതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ KSUക്കാർ എന്ത് പറഞ്ഞിരുന്നാലും ശരി, യൂത്ത് കോൺഗ്രസ് എന്ത് പറഞ്ഞിരുന്നാലും ശരി, അവരെ ആരെയും ഇനിയും വലുതായിട്ട് മൈൻഡ് ചെയ്യേണ്ട ആവശ്യം തനിക്കില്ല. താൻ രാജാവാണ്. തന്നെയുമല്ല, തന്നെ പിന്തുണച്ചുകൊണ്ട് നിരവധി സംഘപരിവാർ അനുകൂലികളും ഉണ്ട്. തൻ്റെ ഓഫീസിലേക്ക് RV ബാബുവിനും ശശികലയ്ക്കും കടന്നു വരാൻ യാതൊരു തടസ്സവുമില്ല. അതേസമയം അലോഷ്യസ് സേവ്യറിനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ KSU നേതാവിന് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷന് കാണണമെങ്കിൽ മുൻകൂർ അനുമതി പോലും നൽകുന്നില്ല. മുൻകൂർ അനുമതിക്ക് സമീപിച്ചാൽ തരണോ വേണ്ടേ എന്നുള്ളത് പിന്നെ മുഖ്യം തീരുമാനിക്കും. ഇതാ അവസ്ഥ. പാവപ്പെട്ട ചെറുക്കൻ കഴിഞ്ഞ ദിവസം തേവരയിൽ ഒരു കോളേജിൽ നടന്ന ഫംഗ്ഷനിടയിൽ പോലും നമ്മുടെ മുഖ്യമന്ത്രി അലോഷ്യസിനെ കണ്ട ഭാവം നടിച്ചില്ല. അല്ലയോ മുഖ്യമന്ത്രി, ഈ പറയുന്ന അലോഷ്യസ് സേവ്യറും കേരളത്തിലെ ബാക്കിയുള്ള യൂത്തന്മാരും എല്ലാം കൂടെ തെരുവിൽ കിടന്ന് തല്ലുമേടിക്കുകയും പിണറായി വിജയന് മുർദാബാദ് വിളിക്കുകയും ചെയ്തതേ എന്തിനാണ്? ഇവരുടെ ആരുടെയും കുടുംബത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരുന്നോ? അല്ല, നിങ്ങളെ ജയിപ്പിക്കാൻ, മുന്നണിയെ ജയിപ്പിക്കാൻ, കോൺഗ്രസിനെ ജയിപ്പിക്കാൻ, അതിലൂടെ മുഖ്യമന്ത്രിയാകാൻ നിങ്ങളെ പ്രാപ്തനാക്കാൻ കൂടിയായിരുന്നു ഈ പറയുന്ന ചെറുപ്പക്കാർ തെരുവിൽ കിടന്ന് തല്ലുകൊണ്ടതും ചീത്തവിളി കേട്ടതും പോലീസിൻ്റെ ചവിട്ടേറ്റ് അവരുടെ മുട്ടുകാല് വരെ തകർന്നൊടിഞ്ഞതും. എന്തുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇത് കാണുമ്പോൾ ഒരു പുച്ഛം, അവരോട് പുച്ഛം, ഇത്രയൊക്കെ ചെയ്തതെന്ന്? പക്ഷേ ദൈവമാരെന്നറിയോ? അത് RV ബാബുവും ശശികലയും ഒക്കെയാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? ഈ പറയുന്ന KSUക്കാരെ പിന്തുണച്ചാൽ എന്ത് കൊട്ടത്തേങ്ങ കിട്ടും നമ്മുടെ മുഖ്യമന്ത്രിക്ക്? ഒരു ചുക്കും കിട്ടത്തില്ലതേ. എന്ത് കിട്ടാൻ? നമ്മുടെ അലോഷ്യസ് സേവ്യർ എന്ന് പറയുന്ന ആ ചെറുക്കൻ അവിടെ വന്ന് മുഖ്യമന്ത്രിയെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടാനാണ്? മുഖ്യമന്ത്രിക്ക് എന്ത് കിട്ടും? ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്ന് തലകുലുക്കി ഇരുന്ന് പുച്ഛഭാവം കലർന്ന ഒരു പുഞ്ചിരി സമ്മാനിച്ച് പറഞ്ഞു വിടും. അതിൽ കൂടുതൽ വേറെ ഒരു പ്രയോജനമില്ല. അവർക്കൊക്കെ വേണ്ടി മുടക്കുന്ന സമയം വെറുതെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി സംഭവിക്കാൻ പോകുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ VM സുധീരൻ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ മുതിർന്ന പല നേതാക്കളും അലോഷ്യസ് സേവ്യർ അടക്കമുള്ള ഇന്നാട്ടിലെ ചോരയും നീരുമുള്ള നല്ല യുവ നേതാക്കന്മാരെ പിന്തുണച്ചുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഷാഫി പറമ്പിൽ ഇന്ന് പറഞ്ഞ വളരെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. ഞങ്ങളടക്കമുള്ള ഞങ്ങളിലെ KSUക്കാരെ വളർത്തി വലുതാക്കിയ ഒരേ ഒരു നേതാവ് ഉമ്മൻചാണ്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വളഞ്ഞ് വേറെ വഴിക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറെക്കുറെ ധാരണകൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴാണ് കൃഷ്ണലാൽ എന്ന് പറയുന്ന ഒരു ചെറുക്കൻ, അതായത് ഇതിനെ എറണാകുളത്ത് നിന്നുള്ള പുതിയ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലെ DCC VD സതീശൻ്റെ സ്വന്തമാണല്ലോ. അപ്പോൾ എറണാകുളം KSUവിൻ്റെ എറണാകുളം അധ്യക്ഷൻ ഉടനെ രംഗത്തേക്ക് വരുന്നു. എന്ത് വില കൊടുത്തും ഇതിനെ പ്രതിരോധിക്കും എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ഏത് ശ്രമത്തെയും ശക്തമായി പ്രതിരോധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എവിടെയാണ് മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുന്നത്? മുഖ്യമന്ത്രി സ്വയം അപകീർത്തിപ്പെടുന്നതല്ലേ? അല്ലാതെ അലോഷ്യസ് സേവ്യർ കാണാൻ കഴിഞ്ഞ ദിവസം കോളേജിൽ വെച്ച് കണ്ട മുഖഭാവം പോലും ഉണ്ടായില്ലല്ലോ നമ്മുടെ മുഖ്യമന്ത്രിക്ക്. അതെന്താ പറ്റി? അതെന്താ അങ്ങനെ ചെയ്തേ? അത് നാടകീയമായിരുന്നോ? അല്ലെങ്കിൽ അലോഷ്യസ് സേവ്യർ VD സതീശൻ്റെ കയ്യിൽ നിന്ന് കാശ് കടം മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുവാണോ? അങ്ങനെ മുഖത്ത് മൈൻഡ് ചെയ്യാതെ പോകാതിരിക്കാൻ? അല്ലെ അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയുടെ കസേരയെ കൊണ്ടുവന്ന് അള്ളു വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഇതല്ലേ? അപ്പോൾ ആ ഒരു മര്യാദ കാണിക്കേണ്ടതുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും നമുക്കറിയാം. ഇവിടെ ഇടയ്ക്ക് ആരോ പറയുന്നത് കേട്ടു, പിണറായി വിജയൻ മുക്കാൽ പിണറായി എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടു. എനിക്കൊന്ന് ജിൻഡോ ആയിരിക്കണം അങ്ങനെ വിശേഷിപ്പിച്ചത്. മുക്കാൽ പിണറായി, അതായത് ഒരു മുഴു പിണറായി മാറി മുക്കാൽ പിണറായി വന്നു എന്നാണ് കോൺഗ്രസിൽ തന്നെയുള്ള സംസാരം. അതെങ്ങനെ ശരിയാവും? ഏതെങ്കിലും ഒരു കാലത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് SFIയോ DYFയോ ഇതുപോലെ അവരുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ ഇതുപോലെ നാണം കെടുത്തി തിരിച്ചയച്ചിട്ടുണ്ടോ? ഇന്നിപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്, എന്താ ഞങ്ങൾക്ക് തിരക്കിലായിപ്പോയതുകൊണ്ടാണ് കൂടിക്കാഴ്ച അനുവദിക്കാതിരുന്നത് എന്ന് പറയുന്നു. ഈ തിരക്കിനിടയിൽ പോലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, RV ബാബുവിനെയും ശശികലയെയും കാണാൻ സമയം കണ്ടെത്തുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു?
അപ്പോൾ സമയത്തിരക്കുണ്ട്, കാര്യം ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ആർ വി ബാബുവിനും സന്ദർശനാനുമതി കിട്ടരുത്, ഈ പറയുന്ന ശശികലയ്ക്കും സന്ദർശനാനുമതി കിട്ടരുത്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്ക് സന്ദർശനാനുമതി കിട്ടിയെന്ന് മാത്രമല്ല, അവർക്കൊപ്പം ഒരു ഉളുപ്പുമില്ല നിന്ന് ചിത്രമെടുക്കാനും നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു. പക്ഷേ ആകപ്പാട പുച്ഛം അലോഷ്യസ് സേവ്യറിനോടും അതോടൊപ്പം നിയാസിനോടും ഒക്കെയാണ്. പി എൻ നിയാസും ഇതേ വിഷയം തന്നെയല്ലേ, എന്താണ് ഇയാൾക്കെതിരായി അവിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഷാദ്രിനാഥനെ പാടില്ല, അയാൾ സംഘപരിവാറുകാരനാണ് എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ പിന്നെ നിയാസിനെ അങ്ങോട്ട് അടുപ്പിക്കാത്തത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശക്തമായ ഒരു കോക്കസ് വളർന്നു വരുന്നു എന്ന് കാണേണ്ടി വരും. അവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ അധികാലം ഭരിക്കാൻ വിടില്ല. കാരണം ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് കെ സി വേണുഗോപാൽ തന്നെയാണ്. കെ സി വേണുഗോപാൽ ഇതെല്ലാം കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരാതെ കാത്തു സൂക്ഷിച്ച് സ്വന്തം തടി കൈച്ചിലാക്കി കൊണ്ടു നടക്കേണ്ട ഒരു ഉത്തരവാദിത്തം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കുണ്ടെന്നേ. തന്നെയല്ല, മുഖ്യമന്ത്രി ചെയ്തേ പറ്റൂ. ഇങ്ങനെ നാട് നീളെ നടന്ന് കള്ളം പറയുന്നതിന് പകരം സ്വന്തം നേതാക്കന്മാരെയും സ്വന്തം പാർട്ടി അനുകൂലികളെയും നേതാക്കന്മാരെയും ഈ പറയുന്ന KSUവിൽപ്പെട്ട ആൾക്കാരെയും ഒക്കെ കാണാൻ ഒരല്പസമയം ഒന്ന് അനുവദിക്കൂ. അവർ പറയാനുള്ള കേൾക്കട്ടെ, അല്ലെ കേൾക്കൂ. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ഒരു പൊതു രീതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മൊത്തത്തിൽ അസ്വസ്ഥനാണ്, അസഹിഷ്ണുതയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അല്ല അദ്ദേഹം മറുപടി പറയുന്നത്. അവരെ പോലും, അതായത് അവരുടെ കാര്യം പറയുമ്പോൾ പോലും അതിനകത്ത് മുഖ്യമന്ത്രി പുലർത്തുന്ന ഒരു പുച്ഛഭാവമുണ്ട്. അല്ലെ, അവരുടെയൊക്കെ ആരാലോചിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു പുച്ഛം കലർന്ന സ്വരത്തിലാണോ ഒരു പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനയിലുള്ള ആൾക്കാരെ കാണേണ്ടത്? ഒന്നുമല്ലെങ്കിലും വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവും ഈ പറയുന്ന കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ KSU എന്ന് പറയുന്ന സംഘടനയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെ അല്ലേ? അപ്പോൾ KSUക്കാരുടെ ഇപ്പം അങ്ങ് അടിമുടി പുച്ഛം കൊണ്ടുവന്നാൽ എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ തീർച്ചയായും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. കാര്യം അലോഷ്യസ് സേവ്യർ ആരാണ്, അലോഷ്യസ് സേവ്യറിനെ ബാക്കപ്പ് ചെയ്യുന്നത് ആരാണ് എന്നുള്ള കാര്യം വി ഡി സതീശന് നന്നായിട്ട് അറിയാം. കാരണം സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇവിടെ വലിയൊരു വടംവലി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇപ്പോൾ പറയുന്നത് ഇത് വലിയ ചർച്ചാ വിഷയത്തിലേക്ക് പോകേണ്ട, ഇതൊക്കെ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് എന്നൊക്കെ കെ സി വേണുഗോപാൽ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും, പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും. VM സുധീരന് അലോഷ്യസ് സേവ്യറിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു, ആദർശധീരനായി പ്രഖ്യാപിക്കുന്നത് കണ്ടിരുന്നു, ചങ്കൂറ്റമുള്ള നേതാവായി പ്രഖ്യാപിക്കുന്നത് കണ്ടിരുന്നു. VM സുധീരൻ പിന്നെ നമ്മുടെ വി ഡി സതീശനോട് എടുക്കുന്ന ഒരു വിരുദ്ധ നിലപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കുള്ളിൽ ശത്രുക്കളുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഘട്ടത്തിലും അദ്ദേഹം പാർട്ടിയിലെ സ്വന്തം നേതാക്കന്മാരെ പോലും നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ വളരെ കുറച്ച് പേരെയൊക്കെ നമുക്കറിയാം, ഇനിയും ഒരുപാട് പേര് ഈ അസ്വസ്ഥതയിലാണ്. ആ പ്രവർത്തകർ, മുൻനിര നേതാക്കന്മാർ മാത്രമല്ല, പല പ്രവർത്തകരും അണികളും ഒക്കെ വി ഡി സതീശൻ്റെ ഇത്തരം സമീപനങ്ങളിൽ അസ്വസ്ഥരാണ്. മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ പിണറായി വിജയൻ ചിരിക്കുന്നില്ല എന്നായിരുന്നു പരാതി. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചിരിക്കുന്നുണ്ട്, പക്ഷേ ആ ചിരി ആക്കിച്ചിരിയാണെന്ന് മാത്രം, പൂക്കിച്ചിരിയല്ല. ഇതിപ്പോൾ ആക്കിച്ചിരിയായി മാറി. ജനങ്ങളെ നോക്കി ഒരുമാതിരി പരിഹാസം കലർന്ന, പുച്ഛം കലർന്ന ചിരിയാണ് ശരിക്കും വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചിരി സ്വന്തം നേതാക്കന്മാർക്ക് നേരെയും അതോടൊപ്പം സ്വന്തം പ്രവർത്തകർക്ക് നേരെയും ഒക്കെ വീണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെയൊന്നും പിന്തുണയോടുകൂടി അല്ലാതെ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിൻ്റെ ഭരണം പൂർത്തിയാക്കി കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള കാര്യം എപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ് മാറിയിരുന്നൊന്ന് ആലോചിച്ച് ചിലപ്പോൾ മനസ്സിലായെന്നിരിക്കും. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ അലോഷ്യസ് സേവ്യർ അടക്കമുള്ള, നിയാസ് അടക്കമുള്ള, ജിൻഡോ ജോൺ അടക്കമുള്ള അങ്ങനെ അനവധി പി സരീനും നമ്മുടെ ഷാനിബും അങ്ങനെ തുടങ്ങി നിരവധി നേതാക്കന്മാർ അങ്ങയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് വാഴ്ത്തിപ്പാടിയിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ മുന്നിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു ബിഗ് സീറോയിലേക്കുള്ള യാത്രയായിരിക്കും ഇനി ആരംഭിക്കുക. അതിനൊക്കെ വീഴ്ത്താൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു വലിയ താപ്പാനിയും അപ്പുറത്തുണ്ട്, ഡൽഹിയിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ ആളുടെ പേര് KC വേണുഗോപാൽ എന്നാണ് എന്നുള്ള കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.